തെരഞ്ഞെടുപ്പുകൾ എന്നും വൈവിധ്യമാകാറുണ്ട്. അത്തരമൊരു വൈവിധ്യമാർന്ന തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം, ഒരു വൈവിധ്യമാർന്ന വിജയം നടന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിലെ പോരുവഴിയിലാണ്. കൊല്ലം ജില്ലയിലെ പോരുവഴിയിൽ ഭാര്യയും ഭർത്താവും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കുമാണ് മത്സരിച്ചത്. രണ്ടുപേരും വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥികളായി മത്സരിച്ചതാണ്. നമ്മൾ നേരത്തെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അവരെ പരിചയപ്പെടുത്തിയതാണ്. നിഖിലും നിഖിലിൻ്റെ ഭാര്യ രേഷ്മ നിഖിലുമാണ് ഉള്ളത്. എന്തായാലും ആദ്യം രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. രണ്ടുപേരും വിജയിച്ചിരിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ, ഒടുവിൽ രണ്ടുപേരും വിജയത്തിലേക്ക് എത്തുന്നു. എങ്ങനെയുണ്ട്? ഇപ്പോൾ തന്നെ ഇപ്പോഴും ആ വിജയം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇതൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ബ്ലോക്കിലേക്കൊക്കെ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുക എന്നുള്ളത് ഒരു ബാലികറമലയാണ്. തീർച്ചയായിട്ടും അതൊക്കെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ വലിയ കോട്ടയായിട്ടുള്ള ഒരു ബ്ലോക്ക് ഡിവിഷനിൽ നിന്നൊക്കെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അതിനാദ്യം പാർട്ടി പ്രവർത്തകരോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അഹോരാത്രം പ്രതീക്ഷയില്ലാതിരുന്നിട്ട് പോലും ബ്ലോക്കിലേക്ക് അടക്കം അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ വാർഡുകളിൽ മാത്രമാണ് പ്രഭാവമാണ് വിജയത്തിലേക്ക് നയിച്ചതെന്നാണ് മറ്റൊരു. എങ്കിലും പാർട്ടിയുടെ ഒരു വലിയ പിന്തുണ, പാർട്ടി പ്രവർത്തകരുടെ ഒരു വലിയ കഷ്ടപ്പാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരോടാണ് ആദ്യം, പിന്നെ എൻ്റെ വാർഡിലെ ജനങ്ങളോട്. കാരണം ഇവിടെ പോൾ ചെയ്തതിൻ്റെ 70% വോട്ട് ബ്ലോക്കിലേക്കും വാർഡിലേക്കും ജില്ലാ സ്ഥാനാർത്ഥി പോലും ഇവിടെ ലീഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വാർഡിൽ. അപ്പം വാർഡിലെ ഒരു വലിയ പിന്തുണ, അപ്പം വാർഡിലെ ജനങ്ങൾക്ക്, അങ്ങനെ എല്ലാവരോടും വോട്ട് ചെയ്ത എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മരുമകളായി എത്തി, മകളായി, ഇപ്പോൾ വാർഡിൽ മെമ്പറുമായി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് സന്തോഷത്തിനിടയ്ക്ക്. ഒരുപാട് സന്തോഷം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സീറ്റ് തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയതല്ല. ഈ അവസരം എന്നെ തേടി, ഞങ്ങളെ തേടി വന്ന കാര്യമാണ്. അങ്ങനെ നിന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിൽ ഇത്ര വലിയ ജനപിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ? അതോ ഭർത്താവ് മത്സരിച്ച് ജയിച്ച വാർഡിൽ ആ പിന്തുണ കൂടിയാണോ? നമുക്ക് വിജയം ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയും ഒരു ഭൂരിപക്ഷം, അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും ചേട്ടൻ നിന്ന് മത്സരിച്ച സമയത്ത് 62 ഭൂരിപക്ഷത്തിൽ നിന്നാണ് 367 മാറിയത്. ഇത്രയും ഒരു വൻ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഭർത്താവ് നടത്തിയ വലിയ ഇടപെടലാണ് ഈ വാർഡിൽ. ഉറപ്പായിട്ടും ചേട്ടൻ ചെയ്ത് പ്രവർത്തി അത് ജനങ്ങൾ കണ്ട്, അത് ജനങ്ങളുടെ സ്നേഹങ്ങളായിട്ട് ഞങ്ങൾക്ക് വോട്ടുകളായിട്ട് തരികയും, അപ്പം ഇനി മുന്നോട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ആലോചിച്ചിരുന്നു BJP ടിക്കറ്റ് എന്നാൽ മത്സരിക്കേണ്ടി വരുമെന്ന് ആലോചിച്ചിരുന്നു? ഇല്ല, അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. പക്ഷെ നമ്മൾ പാർട്ടി വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ നമ്മൾ നിന്നു. ജനങ്ങളോട് പറയാനുള്ളത്? ഇല്ല, ജനങ്ങളോടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മൾ ജനപ്രതിനിധിയായിട്ട് നിന്ന് അവർക്കിടയിലേക്ക് നിന്ന് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഇനി മുന്നോട്ട് നല്ല രീതിയിൽ, ഇപ്പം ചെറുപ്പമാകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അധികം ചെയ്യാൻ സാധിക്കും അവർക്കിടയിലേക്ക്. അപ്പം നമ്മുടെ പ്രായം അതായതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഭൂരിപക്ഷം വീണ്ടും വർദ്ധിപ്പിക്കും. പിന്നല്ലാതെ ഉറപ്പായിട്ടും. ഇപ്പം ഈ ഒരു തവണ നമുക്ക് ഭരണം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. എന്നാലും വാർഡ് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഇനിയുണ്ടല്ലോ അവസരം. സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഗോൾഡൻ കപ്പിൾസ് എന്നുള്ള ലേബലിലേക്കാണ് ഇന്നലെ വന്നത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം ബ്ലോക്കിലേക്കടക്കം നേടാൻ കഴിയുന്നു. അത് എപ്പോഴെങ്കിലും പ്രതീക്ഷ? കാരണം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു, ബ്ലോക്കിലേക്ക് ചുമതല വരുന്നു. ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ പോലും BJP ജയിക്കാത്ത സ്ഥലമാണ്. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർഡ് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, വാർഡ് വിജയിക്കാൻ സാധിക്കും എന്നുള്ളത്. കാരണം ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി വികസന പ്രവർത്തനങ്ങളിലൂടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എന്തായാലും ജനങ്ങൾ അംഗീകാരം നൽകി. പക്ഷേ ബ്ലോക്കിലേക്കാർ, കാരണം 10 വാർഡുകളാണ്, അപ്പോൾ വലിയൊരു ബ്ലോക്ക് ഡിവിഷനാണ്. മാത്രമല്ല ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള, ഇടതുപക്ഷം മാത്രം ജയിച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് ഡിവിഷൻ. അവിടെ അത് 1000-ലധികം വോട്ടിന് വിജയിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം. വീട്ടിൽ നിന്നൊക്കെയുള്ള പിന്തുണ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ അച്ഛൻ CPI കാരനാണ്. അച്ഛൻ CPI ആണ്. ചേട്ടൻ ഇടതുപക്ഷത്തിൻ്റെ യൂണിയനിലെ ഉള്ള ആളാണ്. എങ്കിലും അവർ നിഷ്പക്ഷമായിട്ട് നിന്നു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വോട്ട് കിട്ടിയിട്ടുണ്ടാകും. രാവിലെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ വളരെ വിഷമത്തോടെ പോവുകയാണ്. കാരണം സ്ഥാനാർത്ഥി തോറ്റുപോയി എന്നുള്ളതായിരുന്നു. വാർഡിലെ സ്ഥാനാർത്ഥി മരുമകളാണെങ്കിൽ പോലും തോറ്റുപോയതിൻ്റെ വിഷമം, പാർട്ടി തോറ്റുപോയതിൻ്റെ വിഷമമുണ്ട്. അല്ല, അതെങ്കിലും വീട്ടിൽ നിന്ന് ഞങ്ങൾ നിൽക്കുന്നത് കൊണ്ട് പാർട്ടി വർക്കിനൊന്നും ഇറങ്ങിയിട്ടില്ല. സാധാരണ എല്ലാ ഇലക്ഷനിലും ഇറങ്ങുന്നതാണ്. പക്ഷേ ഇത്തവണ സൈലൻ്റായി. കാരണം കുടുംബത്തിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ അങ്ങനെ രാഷ്ട്രീയമൊന്നും. അപ്പോൾ ഒരു ചെങ്കോട്ടയിൽ നിന്നാണ് ഇറങ്ങി BJPക്ക് വേണ്ടി മത്സരിക്കാൻ പോയത്. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വർഷങ്ങളായിട്ട് ഒരു LDF UDF കുത്തകയായിരുന്നു. അപ്പം അതിൽ നിന്ന് പിടിച്ചു മാറിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ കയറി വന്നിരിക്കുന്നത്. വീട്ടുകാരെ കൂടി BJPയിലേക്ക് കൊണ്ടുവരുമോ? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും രണ്ടുപേരും വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഇടപെടും, ഇനിയുള്ള സമയം അതിനുവേണ്ടി ചെലവഴിക്കും എന്നുള്ളതാണ് ഇരുവരും വ്യക്തമാക്കുന്നത്. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.